അപ്പോൾ ഇനി ഒരാൾ പോലും ഇങ്ങനെ പറ്റിക്കപ്പെടരുത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടാകുന്നുള്ളത്. എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങൾക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നുള്ളത്. സംഭവം ഇതാണ്, ഞാൻ ഫേസ്ബുക്കിൽ ഒരു പരസ്യം കണ്ടു. Insta360 ഗിംബൽ വെറും 1500 രൂപയ്ക്ക്. അതായത് നല്ല ട്രാക്കിങ്ങും ഈ സ്റ്റെബിലൈസിങ് ഒക്കെ ഉള്ള ഒരു സംഭവം. ഞാൻ അങ്ങനെ ഗിംബൽ യൂസ് ചെയ്യുന്ന ആളല്ല, എന്നാലും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ 1500 രൂപയല്ല ഓക്കെ എന്ന് പറഞ്ഞ് ഞാനത് ഓർഡർ ചെയ്തു. അപ്പോഴും എനിക്ക് ഇതിനകത്തുള്ള ചതി അറിയില്ലായിരുന്നു. ഞാനത് ഓർഡർ ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്കൊരു കോൾ വന്നു, ഇങ്ങനെ ഒരു സാധനം ഡെലിവറി വന്നിട്ടുണ്ടെന്ന്. അപ്പം ഞാനത് ഡെലിവറി വാങ്ങാൻ പോയി. ഡെലിവറി മാനോട് ചോദിച്ചു, എനിക്ക് യാതൊരു പരിചയമില്ല ഇങ്ങനൊരു സംഭവും. ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ മീഷോ അതുപോലത്തെ നമുക്ക് പരിചയമുള്ള, അതായത് റീഫണ്ട് ഓപ്ഷനൊക്കെ ഉള്ള, റിട്ടേൺ ഓപ്ഷനൊക്കെ ഉള്ള സാധനത്തിൽ നിന്നല്ല ഞാനിത് ഓർഡർ ചെയ്തത്. എനിക്കിതിനെപ്പറ്റി യാതൊരു പരിചയമില്ല, ഫേസ്ബുക്കിൽ കണ്ടൊരു പരസ്യമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കും ഇതുപോലൊരു ചതി പെട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ 2-3 സാധനം ഓർഡർ ചെയ്തിരുന്നു കോംബോ ആയിട്ട്. പക്ഷേ എനിക്ക് വന്ന സാധനം അതല്ല, എൻ്റെ പൈസ പോയി. ഇത് എവിടെ നിന്നാണെന്ന് പോലും എനിക്കറിയില്ല, റിട്ടേൺ ഓപ്ഷൻ ഇല്ലായിരുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് ആലോചിച്ച്, എനിക്ക് കുറച്ച് ടെൻഷൻ കൂടി. കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ഓർഡർ ചെയ്യുന്നുള്ളത് ഇങ്ങനൊരു അറിയാത്തൊരു സംഭവത്തിൽ നിന്ന്. അപ്പോൾ ഇങ്ങനൊരു ചതി ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളത് ഞാനത് ആലോചിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഞാൻ കുഴപ്പമില്ല എടുക്കാമെന്നുള്ള ഒരു മൈൻഡിൽ ഞാനത് എടുത്തു. 1500 രൂപ ഡെലിവറി ബോയിയിൽ കൊടുത്തു. എന്നിട്ട് ആ സാധനം വീട്ടിൽ ചെന്ന് ഞാൻ പൊട്ടിച്ച് നോക്കുമ്പോൾ കാണുന്നുള്ളത് ഇതാണ്. വെറും 150 രൂപയുടെ സെൽഫി സ്റ്റിക്കും ഒരു പെൻ ഡ്രൈവർ മാത്രമാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആകെ ഷോക്കായി പോയി. ഞാൻ ആ ഡെലിവറി മാനെ വിളിച്ച് പറയാനും പറ്റില്ല. കാരണം ഡെലിവറി ചെയ്യാന്നുള്ളത് മാത്രമാണ് അവരുടെ ജോലി. കാരണം ഞാൻ ഡെലിവറി ബോയിനോട് ചൂടായിട്ടോ അല്ലെങ്കിൽ അവരോട് പൈസ ചോദിച്ചിട്ടോ കാര്യമില്ല. ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് പൈസ പോകും. അവർക്കൊന്നും അറിയില്ല, അവർ ഡെലിവറി ചെയ്യാന്നുള്ളത് മാത്രമാണ് അവരുടെ ജോലി. അപ്പോൾ എനിക്ക് പറ്റിയൊരു മണ്ടത്തരം നിങ്ങൾക്കും പറ്റാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഇതുപോലത്തെ ചതിയിൽ നിങ്ങളും പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നുള്ളത്. എനിക്ക് ആദ്യം നല്ല വിഷമം തോന്നി. കാരണം 1500 രൂപ ഉണ്ടാക്കണമെങ്കിൽ 1500 രൂപ കൊടുത്ത് ഞാൻ വെറും 150 രൂപയുടെ സാധനമാണ് എനിക്ക് കിട്ടിയെന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായി. വീട്ടിലെല്ലാവരും മുമ്പിൽ നിന്നാണ് ഞാനിത് പൊട്ടിച്ച് അൺബോക്സ് ചെയ്യുന്നുള്ളത്. ഞാൻ ആകെ ഷോക്കായി പോയി. വെറും 150 രൂപയുടെ സെൽഫി സ്റ്റിക്കും കുറേ പേപ്പറും ഒരു പെൻ ഡ്രൈവർ മാത്രം അതിനകത്ത് ഉണ്ടായിരുന്നു. അതായത് വെയിറ്റ് തോന്നിപ്പിക്കാൻ വേണ്ടി കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ അതിനകത്ത് കുത്തി നിറച്ച് ഞാനത് പൊട്ടിച്ച് നോക്കുമ്പോൾ ആകെ കണ്ടത് ഇതാണ്. എനിക്ക് ടെൻഷനായി പോയി. 1500 രൂപ കൊടുത്ത് ഞാൻ ആകെ വാങ്ങിയത് ഒരു 100, 150, 200 രൂപയുടെ സാധനമാണ്. അങ്ങനെയാണ് കിട്ടിയത്. എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെ റീഫണ്ട് കിട്ടുമോ, അല്ലെങ്കിൽ ഇത് റിട്ടേൺ അയക്കാൻ എങ്ങോട്ടാണ് അയക്കേണ്ടത്? ആമസോണ്, ഫ്ലിപ്കാർട്ട് പോലത്തെ നമുക്കറിയാവുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നാണെങ്കിൽ ഓക്കെ, അത് നമുക്ക് റീഫണ്ട് ഓപ്ഷൻ ഉണ്ട്, റിട്ടേൺ ചെയ്യാം, ഇത്ര ദിവസം കൊണ്ട് കിട്ടും എന്നുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് ഞാനിങ്ങനെ പകച്ചുപോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ നിങ്ങളും ഇതുപോലത്തെ ചതിയിൽ പെടാതിരിക്കുക. കാരണം ഇൻസ്റ്റാഗ്രാമിൽ അധികം അങ്ങനെ വരാറില്ല. ഫേസ്ബുക്കിലാണ് ഇതുപോലത്തെ ചതികൾ പലതും ഉണ്ടാകുന്നുള്ളത്.